നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ രഹസ്യ സൈനിക താവളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ദുരൂഹതകൾ ഉയരുകയാണ്. രണ്ട് വൻ സ്ഫോടനങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സെവറോ മോസക് 1-ലെ നാവിക കേന്ദ്രത്തിലെ വ്യോമതാവളത്തിലാണ് സ്ഫോടനങ്ങൾ നടന്നത്. നിരവധി ആയുധ സംഭരണ കേന്ദ്രങ്ങളും ബങ്കറുകളുമുള്ള അതീവ സുരക്ഷാ മേഖലയാണ് ഇത്. ശക്തമായ സ്ഫോടനത്തിന്റെ തൊട്ടു പിന്നാലെ ഇവിടെ മഞ്ഞുകൊണ്ട് മൂടിയ ഒരു കാർ റിവേഴ്സിൽ വരുന്ന ദൃശ്യങ്ങളും കാണാം. തുടർന്ന് കാറിന് തീ പിടിക്കുകയായിരുന്നു. ഇവിടെയുള്ള പല കെട്ടിടങ്ങളുടെയും ജനാലുകളും ചുവരും എല്ലാ സ്ഫോടനത്തെ തുടർന്ന് തകർന്നതായും റിപ്പോർട്ടുണ്ട്. ഇന്നലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം നടന്നത്. പ്രസംഗത്തിലുടനീളം പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ സർക്കാർ ഈ സ്ഫോടനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഉപയോഗശൂന്യമായ ആയുധങ്ങൾ കത്തിച്ചു കളഞ്ഞതായിരുന്നു സ്ഫോടനത്തിനിടയാക്കിയത് എന്നായിരുന്നു. ഇത് സ്ഥിരമായി തങ്ങൾ ചെയ്തു വരുന്ന കാര്യമാണെന്നും അവർ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രദേശവാസികൾ പറയുന്നത് തങ്ങളുടെ കെട്ടിടങ്ങൾ സ്ഫോടനത്തിന്റെ ഫലമായി ശക്തമായി കുലുങ്ങിയെന്നാണ്. എന്നാൽ സംഭവത്തെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും വർദ്ധിക്കുകയാണ്. പുടിന്റെ രഹസ്യ സൈനിക താവളം എന്ന നിലയിൽ ഇവിടെ നിരന്തരമായി മിസൈൽ പരീക്ഷണങ്ങൾ നടക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും മിസൈൽ പരീക്ഷണത്തിനിടയിൽ പൊട്ടിത്തെറിച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് ചിലർ ആരോപിക്കുന്നത്. എന്നാൽ യുക്രൈൻ, അമേരിക്കയും ബ്രിട്ടനും എല്ലാം നൽകിയ ദീർഘദൂര മിസൈലുകൾക്ക് റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചതോടെ കൂടുതൽ ശക്തമായ തോതിൽ തിരിച്ചടി നൽകാൻ പുടിൻ പ്രതിരോധ വിദഗ്ധന്മാരോട് ആവശ്യപ്പെട്ട് കാണുമെന്നും അത്തരത്തിൽ പുതിയ ഏതെങ്കിലും മിസൈലുകൾ പരീക്ഷിച്ച വേളയിൽ സംഭവിച്ച പിഴവാണോ ഇത്തരത്തിൽ രണ്ട് സ്ഫോടനങ്ങൾ നടന്നതെന്നുമാണ് പലരും സംശയിക്കുന്നത്. സ്ഫോടനത്തിന്റെ തോത് അതിശക്തമായിരുന്നു എന്നാണ് റഷ്യയിലെ ഭൗമശാസ്ത്രജ്ഞരും വിലയിരുത്തുന്നത്. ഭൂചലനത്തിന് സമാനമായ രീതിയിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ഉറപ്പ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഭൂകമ്പ മാപിനികളിൽ പോലും ഈ സ്ഫോടനത്തിന്റെ തോത് അടയാളപ്പെടുത്താൻ കാരണമായത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ചർച്ചകൾക്ക് മുൻവ്യവസ്ഥകളൊന്നുമില്ലെന്നും എന്നാൽ ഏത് കരാറിലും നിയമാനുസൃതമായി യുക്രൈൻ അധികാരികൾ ഉൾപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആരുമായി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു. വർഷങ്ങളായി ട്രംപുമായി സംസാരിച്ചിട്ടില്ലെന്നും എന്നാൽ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യക്കാരുമായുള്ള വാർഷിക ചോദ്യോത്തര സെക്ഷനിൽ സ്റ്റേറ്റ് ടിവിയിലെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പുടിൻ പറഞ്ഞു. 2022-ലെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം രാജ്യം കൂടുതൽ ശക്തമായി വളർന്നു. റഷ്യ ദുർബലമായ അവസ്ഥയിലാണ് അവകാശവാദങ്ങൾ പുടിൻ നിഷേധിച്ചു. അതേസമയം ഉക്രൈൻ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ശാശ്വതമായ സമാധാന ഉടമ്പടിക്ക് അനുകൂലമായ താൽക്കാലിക ഉടമ്പടിയുടെ സാധ്യതയും പുടിൻ തള്ളിക്കളഞ്ഞു. ഭാവി ചർച്ചകൾ ഇസ്താംബൂളിൽ നേരത്തെ നടപ്പാക്കാത്ത ഒരു നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു.